നോമ്പ് തുറക്കാനായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വരാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അവൽ ഉപയോഗിച്ചാണ്. ഞാനിവിടെ 1/4 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീഡിയം തിക്നെസ് ആയിട്ടുള്ള വെള്ള അവിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് ഇത് അവലൊന്ന് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. വെള്ളമൊക്കെ നല്ല പോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഇതിൽ വെള്ളത്തിൻ്റെ പറ്റ് കാണും. അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെള്ളത്തിലേക്കാണ് ഗ്രേറ്റ് ചെയ്തിട്ടിരുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലപോലെ അത് കഴുകിയതിന് ശേഷം വെള്ളം നല്ലപോലെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഒരു മുട്ടയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മുട്ട ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് പതപ്പിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് മാത്രം ഈ ഒരു മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ആ ഒരു അവൽ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മുട്ടയുടെ പറ്റിന് തന്നെ ഇത് നന്നായിട്ട് കുഴഞ്ഞ് വന്നോളും. ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായി അമർത്തി തന്നെ പ്രസ് ചെയ്ത് നല്ലപോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. അഥവാ വെള്ളപ്പറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ ഒരു രീതിക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് തയ്യാറാക്കിയെടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായാലും ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ കയ്യിൽ ഒരു ഉരുള എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വടയൊക്കെ ഷേപ്പ് ചെയ്യുന്ന രീതിക്ക് ഷേപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ തന്നെ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതുവരെ അനക്കാനൊന്നും നിൽക്കണ്ട. നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ചൂടാറി വരുന്തോറും അതിൻ്റെ ആ ഒരു പുറമേത്തെ ക്രിസ്പിനെസ് പോകും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.